ജീരകശാല അരിയിൽ പെട്ടെന്നൊരു ചിക്കൻ ബിരിയാണി. അതിനായി വളരെ കുറച്ച് സാധനങ്ങൾ മതി. ഒരു 4 സവാള സ്ലൈസായിട്ട് അരിഞ്ഞത്, അതിനായി ചിക്കൻ നല്ല കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. 1,250 കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി 5-6 വെള്ളത്തിൽ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. സാധനങ്ങൾ: ഒരു 5 സവാള സ്ലൈസായി അരിഞ്ഞിട്ടുണ്ട്, 2 പഴുത്ത തക്കാളി ചെറുതായി അരിഞ്ഞത്, ഇഞ്ചി, 1 അല്ലി ഇഞ്ചി, 1 കുടം വെളുത്തുള്ളി, ഒരു 6 പച്ചമുളക് എല്ലാം കൂടെ നല്ലതുപോലെ അരച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു പിടി മല്ലിയില, കുറച്ച് പുതിന ഇല, പിന്നെ മസാലപ്പൊടികൾ: ഗരം മസാല, മഞ്ഞൾപ്പൊടി, പിന്നെ വെളിച്ചെണ്ണ, സൺഫ്ലവർ ഓയിൽ, ഉപ്പ്, വെള്ളം ആവശ്യത്തിന് വേണമെങ്കിൽ ചേർക്കാം. ഇനി ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. നമുക്ക് റൈസ് ഇനി ഇതിൻ്റെ ഓരോ സ്റ്റെപ്പായിട്ട് പറയാം. റൈസ് ഇത് ചിക്കൻ ഉണ്ടാക്കി കഴിഞ്ഞ ശേഷം നമുക്കത് റെഡിയാക്കാം. അതിനായി ഒരു പാത്രം അടുപ്പിൽ വെച്ച് സ്റ്റൗ കത്തിക്കാം. പാത്രം ഒന്ന് ചൂടാകട്ടെ. അതിലേക്ക് ഏകദേശം 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും 1 ടീസ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിക്കാം. ചുറ്റിച്ച് കൊടുക്കാം. എണ്ണയൊന്ന് ചൂടാകുമ്പോൾ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് വഴറ്റാം. ഉള്ളി ചെറുതായി ഒന്ന് വാടുമ്പോൾ നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് അത് ഓയിലൊന്ന് മൂപ്പിക്കാം. ചെറുതായി അതിൻ്റെ പച്ചമണം ഒന്ന് മാറുമ്പോൾ ഉള്ളിയോട് ചേർത്ത് മിക്സ് ചെയ്യും. മസാലയൊക്കെ ചെറുതായി ഒന്ന് മൂത്തിട്ടുണ്ട്. ഈ സമയം നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി മൊറ്റയും കൂടെ ചേർക്കാം. പച്ചമുളക് കുറച്ചേ ചേർത്തുള്ളൂ, അതുകൊണ്ട് 1 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി കൂടെ ചേർക്കാം. അത് ഇതോടൊപ്പം ഒന്ന് ഈ എണ്ണയിലൊന്ന് മൂപ്പിക്കാം. നമുക്ക് 1 ടേബിൾ സ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് മിക്സ് ചെയ്യും. ഉള്ളിയിലേക്ക് നമുക്ക് ചിക്കൻ കഷ്ണങ്ങൾ ചേർക്കാം. ഇത് ബിരിയാണിക്ക് വേണ്ടി വലുതായി കട്ട് ചെയ്യുകയാണ്. ഇതിലേക്ക് നമുക്ക് ചിക്കൻ കഷ്ണങ്ങൾ ആഡ് ചെയ്യാം. ഇനി എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. അതോടൊപ്പം തന്നെ മല്ലിയിലയും പുതിന ഇലയും ചേർത്തിട്ടുണ്ട്. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ചുകൂടെ പുതിന ഇല ചേർക്കാം. ഏകദേശം 2 ടീസ്പൂൺ തൈരും കൂടെ ചേർക്കണം. അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം.
തൈരും എല്ലാം ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് വയ്ക്കാം. നമുക്ക് പാത്രത്തിൻ്റെ അടപ്പം സമയം നമുക്ക് കുറച്ച് ലോ ഫ്ലെയിം ആക്കാം, അല്ലെങ്കിൽ ചിക്കൻ ഒരുപാട് വെന്ത് പോകും. വീണ്ടും ഒന്ന് ഇറക്കി കൊടുത്ത ശേഷം അടച്ച് വയ്ക്കാം. അടപ്പൊന്ന് തുറക്കാം. ചിക്കനൊക്കെ ഒരുവിധം വെന്തിട്ടുണ്ട്, ഒന്ന് നോക്കാം. അര ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർക്കാം. ബിരിയാണിക്ക് എപ്പോഴും ഉപ്പ് കുറച്ച് കൂടുതൽ നിൽക്കണം, അല്ലെങ്കിൽ ചോറിലിടുമ്പോൾ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് വീണ്ടും തുറന്ന് വെച്ചാൽ ചിക്കനൊക്കെ വറ്റിയിട്ടുണ്ട്. ഇനി ഇരുന്ന് കുറേ വറ്റും. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അങ്ങനെ ചിക്കൻ ഗ്രേവി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബിരിയാണിയുടെ മറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യാം. റൈസ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അണ്ടിപ്പരിപ്പ് കാഷ്യൂനട്ടും റൈസിനും ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റാം. അവസാനം ഗാർണിഷ് ചെയ്യാനായി ഏകദേശം 1 ടീസ്പൂൺ പശു നെയ്യ് ഒഴിക്കാം. അതിലേക്ക് കാഷ്യൂനട്ട് ഫ്രൈ ചെയ്യാനായി ചെറുതായിട്ടൊന്ന് നോക്കാം. സവാളയും കൂടെ നമുക്കൊന്ന് വഴറ്റാം. വളരെ കുറച്ച് സവാള മതി. ഉള്ളിയൊക്കെ ഒരുവിധം ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. റോസ് ബ്രാൻഡ് ജീരകശാല അരി 2.5 ഗ്ലാസ് അരി നമുക്ക് എടുക്കാം. രണ്ടര ഗ്ലാസ് ജീരകശാല അരി നമുക്ക് കുറച്ച് വെള്ളത്തിൽ കുതിരാൻ ഇടാം. ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 5-10 മിനിറ്റ് കുതിർന്നാൽ മതി. ജീരകശാല അരി വളരെ തിന്നാണ്. ഈ ബിരിയാണിക്ക് ഈ അരിയാണ്, അല്ലാതെ ബസുമതി അരിയല്ല, നീളത്തിലുള്ള അരിയല്ല. വളരെ ചെറിയ ഈ അരിയാണ് ഉപയോഗിക്കുന്നത്. ഇതിവിടെ എല്ലാം സൂപ്പർ മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടും. ജീരകശാല അരി അല്ലെങ്കിൽ കൈമ റൈസ് എന്നും പറയും. നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കുതിരാൻ വയ്ക്കും. അരിയെല്ലാം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഈ കൈമ അരി കൊണ്ട് എങ്ങനെ വേവിക്കാൻ നോക്കാം. അതിനായി ഒരു പാൻ അടുപ്പിൽ വെച്ച് സ്റ്റവ് കത്തിക്കാം. പാത്രം ചൂടാകുമ്പോൾ ഏകദേശം 2 ടേബിൾ സ്പൂൺ നെയ്യും, പശു നെയ്യാണിത്, RKG ഗീയാണ്, RKG ഗീ. കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിക്കാം. ചുറ്റിച്ച് കൊടുക്കാം. 2 പട്ട, 4 ഏലക്ക, 3 വേല കീറിയത്, 4 ഗ്രാമ്പു, കുറച്ച് കുരുമുളക്, ഇതെല്ലാം കൂടെ ചേർത്ത് സവാള വളരെ കുറച്ച് സവാള മതി.
എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. ഉള്ളിയൊക്കെ ചെറുതായി ഒന്ന് വാടുമ്പോൾ നമ്മൾ 5 ഗ്ലാസ് വെള്ളമാണ് ഒഴിക്കുന്നത്. 2.5 ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട്, 5 ഗ്ലാസ് വെള്ളം. കുറച്ച് വെള്ളം എല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ സമയം നമുക്ക് ഉപ്പ് ചേർക്കാം. ഉപ്പ് ആവശ്യത്തിന് ചേർക്കണം. നമ്മൾ ഈ സ്പൂണ് 2 ടീസ്പൂൺ ചേർക്കണം. എല്ലാം നന്നായി ഒന്ന് ഇളക്കിയിട്ട് അടച്ച് വെക്കണം, തിള വരട്ടെ. അരിയെല്ലാം പാത്രത്തിലോട്ട് ഇട്ടിട്ടുണ്ട്. ഈ സമയം നമുക്ക് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പാത്രം വെള്ളമൊക്കെ തിളയ്ക്കാൻ തുടങ്ങുന്നേ ഉള്ളൂ. ഈ പാത്രത്തിൽ ചെറിയൊരു ഹോളുണ്ട്. അതുകൊണ്ട് നമുക്ക് ഈ അടപ്പ് ഒന്നേ അടച്ചു വെക്കണം, അല്ലെങ്കിൽ ഈ അടപ്പ് മാറ്റിയിട്ട് ഈ ടൈപ്പിൽ അടച്ച് വെക്കണം. അതാകുമ്പോൾ ഹോളില്ലാത്ത അടപ്പാണ്. ഇളക്കി കൊടുത്ത ശേഷം ലോ ഫ്ലെയിമിൽ വയ്ക്കാം. ഫ്ലെയിമിൽ അടച്ചു വെച്ച് വരും. ഏകദേശം 5 മിനിറ്റ് കഴിഞ്ഞു. ഇനിയും കുറച്ച് സമയം കൂടെ വേണം ഇതൊന്ന് വെന്ത് വറ്റാനായി. അരിയെല്ലാം വെന്ത് റൈസായിട്ടുണ്ട്, നെയ്ച്ചോറായിട്ടുണ്ട്, നെയ്ച്ചോറ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാത്രം എടുത്ത് ദമ്മിനിടാം. ദമ്മിടുന്നതിനായി ഒരു പാത്രത്തിൽ കുറച്ച് നെയ്യ് തടവും. കുറച്ച് ചോറിടാം. ഒരു സ്പൂൺ പാലിൽ കുറച്ച് മഞ്ഞൾപ്പൊടി കലക്കിയത് 1 സ്പൂൺ ഒഴിക്കും. ചിക്കൻ മസാലയോടുകൂടി തന്നെ ഇതിലോട്ട് വീണ്ടും നമുക്ക് ഇതിൻ്റെ മുകളിൽ ചോറ് നിർത്താം. നമുക്കിതിൻ്റെ മുകളിൽ മസാല കാഷ്യനട്ട് റൈസനൊക്കെ വിതറാം. ആദ്യം 1 സ്പൂൺ. ഒരുപാട് കളർ വേണ്ട, ശകലം മതി. കുറച്ച് പുതിന ഇല, ഒരു പിടി മല്ലിയില, കുറച്ച് ഫ്രൈഡ് ഓണിയൻ, കിസ്മിസ്, കാഷ്യനട്ട്, കുറച്ച് നെയ്യ് ഇതിൻ്റെ മുകളിൽ. ഇനി നമുക്ക് ദം ഇടുന്നതിനായി കുറച്ച് ഫോയിൽ പേപ്പർ എടുത്ത് ഫോയിൽ പേപ്പറെല്ലാം വെച്ച് അടച്ചിട്ടുണ്ട്. ഇനി നമുക്ക്
ലോ ഫ്ലെയിമിൽ ഒരു 10-15 മിനിറ്റ് വരെ ലോ ഫ്ലെയിമിലൊന്ന് ദമ്മിനിടാം. ആവി വന്ന ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. 15 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് നോക്കാം. 15 മിനിറ്റ് കഴിഞ്ഞ് നല്ലതുപോലെ ആവിയെല്ലാം കയറിയിട്ടുണ്ട്. നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യുക. തണുത്ത ശേഷം നമുക്കൊരു സെർവിങ് ബൗളിലോട്ട് മാറ്റുകയും കഴിക്കുകയൊക്കെ ചെയ്യും. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു. പൊട്ടിക്കാം. ചിക്കൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു സെർവിങ് ബൗളിലോട്ട് മാറ്റാം. നല്ല ചിക്കൻ ബിരിയാണി റെഡി. കൈമ റൈസിൽ ഉണ്ടാക്കിയ ചിക്കൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട്.